ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നാക്കുന്നിലേക്കാണ്. ചെന്നാക്കുന്നിൽ എത്തിച്ചേരുവാൻ 3 പ്രധാന വഴിമാർഗങ്ങളാണുള്ളത്. KK റോഡിൽ നിന്ന് 19 മൈൽ കൂടിയുള്ള വഴിയും, കൊടുങ്ങൂരിൽ നിന്ന് ശാസ്താംകാവ് അമ്പലം കൂടിയുള്ള വഴിയും, ചെറുക്കടവ് അമ്പലത്തിൽ നിന്ന് പ്ലാവോലിക്കവലയിലൂടെയുള്ള വഴിയും. പ്രപഞ്ച സൃഷ്ടാവിന്റെ അത്ഭുത ശക്തിവിശേഷങ്ങളുടെയും അഭൗമ തേജോവിലാസങ്ങളുടെയും അവർണ്ണനീയമായ സൃഷ്ടി സൗകുമാര്യത്തിന്റെയും ഒരു ദൃശ്യ അടയാളമായി ഇതാ ഒരു കൊച്ചു ഗ്രാമം ചെന്നാക്കുന്ന്. തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലെ ശാന്തതയും സൗഹാർദ്ദതയും പുലരുന്ന ചെന്നാക്കുന്നിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും കൃഷിക്കാരാണ്. ഭൂപ്രകൃതിക്കനുസരിച്ച് ഈ നാട്ടിൽപ്പെട്ട ചെറുക്കടവ് വില്ലേജിൽ കുന്നുകളും താഴ്വരകളും നിറഞ്ഞ ഈ പ്രദേശത്ത് ധാരാളം ചെന്നായ്ക്കൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചെന്നാക്കുന്ന് എന്ന പേരുണ്ടായത്. റബ്ബർ മരങ്ങളുടെ ഈറ്റില്ലമാണ് ചെന്നാക്കുന്ന്. റബ്ബർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ചെന്നാക്കുന്നിലുണ്ട്. റബ്ബറിന്റെ വളർച്ചയെപ്പറ്റിയും അതിന്റെ പരിപാലനത്തെപ്പറ്റിയും വളരെയധികം അറിവുള്ളവരാണ് നമ്മുടെ ഇവിടുത്തെ റബ്ബർ കർഷകർ. വഴിയിലെ ഇരുവശത്തും ഉള്ള പറമ്പുകളിൽ വളർന്നു നിൽക്കുന്ന റബ്ബർ മരങ്ങൾ ചെന്നാക്കുന്നിന് പ്രകൃതി ഭംഗി ഏറെ നൽകുന്നു. ക്ഷീരോത്പാദനം ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമാണ്. പണതിരവൻ മിഴി തുറക്കുന്ന നേരം മുതൽ പകലന്തിയോളം പണിയെടുക്കുന്ന ക്ഷീര കർഷകർ ഇന്നിവിടെ സജീവമാണ്. പശുവിനെയും ആടിനെയും വളർത്തി പാൽ ക്ഷീരോത്പാദന സംഘത്തിൽ കൊടുക്കാനും വീട്ടാവശ്യങ്ങൾക്കുമുള്ള പാൽ കണ്ടെത്തുവാനും സാധിക്കും. തേനീച്ച വളർത്തൽ പിന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മിക്ക ആളുകളും തേനീച്ച വളർത്തലിൽ ഉത്സുകരാണ്. ഇവിടുത്തെ വീട്ടമ്മമാർ പച്ചക്കറി കൃഷിയിൽ വളരെ ഉത്സുകരാണ്. ഇവർ ഗൃഹജോലിക്ക് ശേഷം ടിവിയിലെ സീരിയൽ കണ്ടും പരദൂഷണം പറഞ്ഞും നടക്കാറില്ല. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെയ്ത് ഓരോ വീട്ടിലേക്കും വേണ്ട പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കും. വിഷം കലർത്തിയ തീ വിലയുള്ള പച്ചക്കറികളേക്കാൾ എന്തുകൊണ്ടും മേന്മയേറിയവയാണിവ. അയൽക്കൂട്ടം വഴിയും മാതൃദീപ്തി വഴിയും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യാനും പച്ചക്കറികൾ കൈമാറ്റം ചെയ്യാനും ഇവർ ശ്രമിക്കുന്നു. ഇവയ്ക്കെല്ലാം അപ്പുറം മറ്റു പലതരത്തിലുമുള്ള കാർഷിക വിളകളുടെ വിളനിലമാണ് ചെന്നാക്കുന്നിലെ മണ്ണ്.
ചെന്നാക്കുന്ന് പബ്ലിക് ലൈബ്രറി. 1964 ബഹുമാനപ്പെട്ട കൂട്ടുങ്കൽ KT ചെറിയാന്റെ നേതൃത്വത്തിൽ ഈ വായനശാലയ്ക്ക് ആരംഭം കുറിച്ചു. ഈ ലൈബ്രറി നിലവിലുള്ള കെട്ടിടത്തിൽ വരുന്നതിന് മുമ്പ് വാടകയില്ലാതെ ശ്രീ പന്യാമാക്കൽ ഔസേപ്പ് വർഗീസിന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. നിലവിലുള്ള കെട്ടിടത്തിന് സ്ഥലം സംഭാവനയായി തന്നത് ശ്രീ തുണ്ടത്തിൽ ദേവസ്യ ചേട്ടനാണ്. നല്ലവരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് ഈ ലൈബ്രറി ഇന്ന് ഈ നിലയിലായത്. 20,000-ൽ പരം വിജ്ഞാന ശേഖരങ്ങളുടെ ഈ കലവറ വിദ്യാർത്ഥികൾക്കും മറ്റെല്ലാവർക്കും ഏറെ പ്രയോജനകരമാണ്. ആധുനിക കാലഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസിന്റെയും കത്തുകളുടെയും പ്രാധാന്യം നശിച്ചു പോയെങ്കിലും ചെന്നാക്കുന്നിലെ സമൂഹ നിവാസികൾ അതിനെ വേണ്ട വിധം ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നു. കൊച്ചു കൂട്ടുകാരെ അക്ഷരങ്ങളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന അംഗൻവാടിയിൽ ചെന്നാക്കുന്നിലെ കുരുന്നുകൾ ദിവസേന എത്തിച്ചേരുന്നു. ഇത് പ്രത്യക്ഷ രക്ഷാ ദേവസഭാ മന്ദിരം. ഏതാണ്ട് കൊല്ലവർഷം 1984-85 കാലയളവിലാണ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചിറക്കടവ് പടിഞ്ഞാറും ഭാഗത്ത് ചെന്നാക്കുന്ന് എന്ന ചെറിയ ഗ്രാമം കേന്ദ്രീകരിച്ച് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ ദിവ്യവചനങ്ങളും പ്രബോധനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം ഉണ്ടായത്. 1904-1905 കാലഘട്ടങ്ങളിൽ ഈ ശാഖ രൂപീകരിക്കുകയുണ്ടായി. പിന്നീട് 2005 സെപ്റ്റംബർ 4-ന് ശാഖ പുതുക്കിപ്പണിയുകയും ചെയ്തു. ഇവിടുത്തെ ഭക്തജനങ്ങൾ വ്യാഴാഴ്ച ആരാധനാ ദിവസമായും ഞായറാഴ്ച പൊതു ആരാധനാ ദിവസമായും ആചരിച്ചു പോകുന്നു. ഇത് ചെന്നാക്കുന്ന് CM UP സ്കൂൾ. 89 വർഷങ്ങൾക്ക് മുൻപ് അയനോളിൽ ശ്രീ AJ ചാക്കോയുടെ അപേക്ഷയിൽ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിൽ ചിറക്കടവ് പടിഞ്ഞാറ്റിൻ ഭാഗത്ത് ഒരു LP ഗേൾസ് സ്കൂൾ തുടങ്ങുന്നതിന് 1924-ൽ തിരുവിതാംകൂർ ഗവൺമെന്റിൽ നിന്നും അനുവാദം കിട്ടി. അങ്ങനെ ചിറക്കടവ് വെസ്റ്റ് ഗേൾസ് ലോവർ പ്രൈമറി സ്കൂൾ സ്ഥാപിതമായി. പിന്നീട് ശ്രീ ചിത്രവിലാസം പ്രൈമറി സ്കൂൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ശ്രീ AJ ചാക്കോയുടെ അപേക്ഷയിൽ മേൽ 1962-ൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഈ നാടിന്റെ അഭിമാനവുമായിരുന്ന പരേതനായ ശ്രീ PT ചാക്കോ ഈ സ്കൂൾ UP സ്കൂളായി ഉയർത്തി. 1966-ൽ ഈ സ്കൂളിന്റെ പേര് CM UP സ്കൂൾ എന്നാക്കി മാറ്റി. ഈ സ്കൂൾ ഇന്നത്തെ നിലയിലെത്തിയതിന് പിന്നിൽ ഒട്ടേറെ പ്രഗത്ഭരുടെയും സ്ഥലവാസികളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏപ്രിൽ മാസം ചെന്നാക്കുന്ന് ഇടവകയിൽ കൊണ്ടാടപ്പെടുന്ന ശുദ്ധ ഗീവറീസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നിങ്ങൾ ഇപ്രകാരം ആ പ്രദേശത്തെ മതപരവും സാംസ്കാരികവും സാമൂഹികവുമായ വിവിധ മേഖലകളെ അധികരിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ പ്രദേശത്ത് 2 വർഷക്കാലം പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിഞ്ഞ കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു കാലഘട്ടമായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. ആ ഒരു ബന്ധമാണല്ലോ എന്നെക്കുറിച്ച് ഓർക്കുവാനും നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഓരോ ചെറിയ ഇടവകയിലും എന്നെ സംബന്ധിച്ചാണെങ്കിൽ പഴയകുരട്ടി, പൂമറ്റം, ചെന്നാക്കുന്ന്, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന മുളങ്കുന്ന്, ഇവയെല്ലാം
ഏകദേശം 100-ൽ താഴെ ചെന്നാക്കുന്നത് മാത്രമാണ് 135 വീട്ടുകാരുള്ളൊരു ഇടവകയായിട്ട് തീർന്നത്. ചെറിയ ചെറിയ ഇടവക സമൂഹങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ഹൃദ്യമായൊരു ബന്ധം ആളുകളുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ ഇടവക സമൂഹമായിട്ട് നിങ്ങൾ രൂപപ്പെട്ടു, വളരുന്നു. അവിടെ ആത്മീയ ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇതിൻ്റെതായിട്ടുള്ള സാക്ഷ്യം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എപ്പോഴും നൽകുകയാണ്. ഭൂമിയുടെ ഉപ്പായിട്ട് വർത്തിക്കണം എന്ന് ഉള്ളത് കർത്താവിൻ്റെ ഒരു പ്രബോധനമാണല്ലോ. അത് രുചി പകരുന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ അല്പം ഉപ്പ് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ മുഴുവൻ രുചി ഉപ്പിൻ്റെ രുചിയായിട്ട് മാറുന്നത് പോലെയാണ്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ക്രൈസ്തവരെന്ന നിലയിൽ ജീവിക്കുമ്പോൾ ഭൂമിയുടെ ഉപ്പായിട്ട് മറ്റുള്ളവർക്ക് രുചി പകരുന്ന ഒരു മേഖല, ഒരു അനുഭവം നമുക്ക് അവർക്ക് നൽകുവാനായിട്ട് കഴിയണം. അതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് വർത്തിക്കുക എന്ന് പറഞ്ഞാൽ. ചെറിയൊരു മെഴുകുതിരിയുടെ പ്രകാശം നമുക്ക് ഉൾക്കാഴ്ചകൾ, നമുക്ക് കാഴ്ച പ്രദാനം ചെയ്യുന്നത് പോലെ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ഭൂമിയുടെ ഉപ്പായിട്ട് വർത്തിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ ഇടവക സമൂഹത്തിൽ ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് യുവദീപ്തിയുടെ പ്രവർത്തന മേഖലകളിൽ, സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തന മേഖലകളിൽ, മാതൃദീപ്തിയുടെ പ്രവർത്തന മേഖലകളിൽ, കൂട്ടായ്മകളിൽ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായിട്ട് വർത്തിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ ധാരാളം അനുഗ്രഹങ്ങൾ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെന്നാക്കുന്ന് പ്രദേശത്ത് അരീക്കുന്നിൽ ചാക്കോ സംഭാവന ചെയ്ത 5 സെന്റ് സ്ഥലത്ത് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ 1952 ഒക്ടോബർ 12-ന് കുൻകുന്നം തിരുക്കുടുംബ ദേവാലയത്തിന്റെ കുരിശടി സ്ഥാപിതമായി. കുരിശുപള്ളിയുടെ മുൻഭാഗത്ത് 1972 ഒക്ടോബറിൽ മോണ്ടളം നിർമ്മിച്ചു. പള്ളിപ്പുറത്തുശ്ശേരിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛന്റെ കാലത്ത് ദേവാലയ നിർമ്മാണത്തെ പറ്റി ചിന്തിക്കുകയും ചെന്നാക്കുന്നിലെ കത്തോലിക്കരുടെ സഹായത്തോടെ കുരിശുപള്ളിയോട് ചേർന്ന് കിടന്ന 40 സെന്റ് സ്ഥലം കന്യാമാക്കൽ തോമാച്ചിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 1996 ഡിസംബർ 4-ന് മാർ മാത്യു വട്ടക്കുഴി ദേവാലയത്തിന് സ്ഥിര സ്ഥാപിക്കുകയും വാഴയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ നേതൃത്വത്തിൽ പണി ആരംഭിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട തോമസ് മുണ്ടിയാനിക്കൽ അച്ഛന്റെ നേതൃത്വത്തിൽ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കി. 10/12/2002 ബഹുമാനപ്പെട്ട മാർ മാത്യു അറക്കൽ പിതാവ് ആശീർവാദം നിർവഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഇടവകയിൽ 137 കുടുംബങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, ചെന്നാക്കുന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരവും അനുഗ്രഹദായകവുമായ ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇടവകയുടെ കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും ഒക്കെ ദിവസങ്ങളാണ് നമ്മുടെ ഇടവക തിരുനാൾ ദിവസങ്ങളെന്ന് പറയുമ്പോൾ. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷവും അനുഗ്രഹവും ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും ഒക്കെ അനുഗ്രഹങ്ങളും കൃപകളും അവരിലൂടെയൊക്കെ ദൈവം നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ചെന്നാക്കുന്ന് ഇടവകയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആൾക്കാർക്കും ഇടവക തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയും ചെയ്യും. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇടവകയുടെ സംഘടനകളാണ്. നമ്മുടെ സെൻറ് ജോർജ് ഇടവക എന്ന് പറയുമ്പോൾ വിൻസെൻ്റ് കോള്, മാതൃദീപ്തി, യുവദീപ്തി, മിഷൻ ലീഗ്, സൺഡേ സ്കൂള്
ഇതൊക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സംഘടനകൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ചെറിയ ഇടവക എന്ന് പറയുമ്പോൾ അതിനകത്ത് സംഘടനകൾക്കകത്ത് നമ്മളെല്ലാവരും തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ശക്തിയും പ്രാധാന്യവും അതിലൂടെ ലഭിക്കുന്ന കൂട്ടായ്മയും സന്തോഷവും ഒക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒത്തുചേരലിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ ഫലവും കൂടിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ വിൻസെൻ്റ് പോളുകാരെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ പള്ളിമുറിയിൽ ഒത്തുകൂടുകയും അവർ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാനെന്നും കാണുന്നതാണ്. അതുപോലെ തന്നെ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അവർ വളരെയേറെ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. മാതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. അവർ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലൂടെ ഒത്തുകൂടുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും അമ്മമാരുടെ ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടി നമ്മൾ ഇടവക പ്രവർത്തനങ്ങളെയും കാണുകയും അവർക്ക് ചെയ്യാവുന്ന വിധത്തിലൊക്കെ നമ്മൾ ഇടവകയെ സഹായിക്കുകയും പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ അതിന് സഹകരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക, അതൊക്കെ മാതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെ ഏറ്റവും നമ്മൾ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട യുവദീപ്തി പ്രവർത്തകർ, യുവജന സുഹൃത്തുക്കൾ, തീർച്ചയായിട്ടും അവരോട് വളരെയധികം കടപ്പാടുണ്ട്. ഈ ഒരു പരിശ്രമത്തിന് പിന്നിൽ തന്നെ അവർ വളരെയേറെ സഹായിക്കുന്നുണ്ട്, അവർ വളരെ പരിശ്രമിക്കുന്നുണ്ട്. എപ്പോഴും ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടെത്താവുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെല്ലാവുന്ന ഒരു വ്യക്തിത്വങ്ങൾ അവർ തന്നെയാണ്. കാരണം എൻ്റെ പ്രായത്തിനടുത്ത് എൻ്റെ രീതിയിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പോൾ അവരെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയും അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഭാവി തലമുറയിലേക്ക് നോക്കി നിൽക്കുന്ന അവരെ നമ്മുടെ ഇടവകയുടെ സന്തോഷവും ഇടവകയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ആനന്ദവും ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും ഈ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ്. തീർച്ചയായിട്ടും യുവജനങ്ങളെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും തിരുനാളിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും അവരുടെ ഒത്തിരിയേറെ പരിശ്രമങ്ങളും പ്രയത്നങ്ങളും ഇതിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വൈകുന്നേരത്തെ പരിപാടികളിലും പ്രവർത്തനങ്ങളും ഒക്കെ ഒത്തിരി എന്നോട് ചേർന്നുകൊണ്ട് ഇടവകയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അവരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിലൂടെയൊക്കെ നമ്മുടെ ഇടവക വളരെയധികം മുന്നേറട്ടെ, ഒത്തിരി സ്നേഹവും സന്തോഷവും നിറഞ്ഞ കൂട്ടായ്മയുടെ അന്തരീക്ഷം നമ്മുടെ ഇടവകയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. കാഴ്ചകൾക്കുമപ്പുറം ദൃശ്യഭംഗിക്കുമപ്പുറം മതസൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ചെന്നാക്കുന്ന്. ഇവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ മിഴികളിൽ പതിയാത്ത ഒട്ടേറെ കാഴ്ചകളും നന്മകളും ചെന്നാക്കുന്നിലുണ്ട് എന്ന് നമ്മളിപ്പോൾ അറിഞ്ഞു. ഇനി കൂടുതൽ കണ്ടെത്തുവാനും അതുവഴി അഭിമാനിക്കാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ തിരുനാളിൻ്റെ സമാപന സമയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഇതുവരെ എല്ലാ പരിപാടികൾക്കും നമുക്ക് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ട ചെന്നാക്കുന്ന് നിവാസികളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും സന്തോഷകരമായിട്ട് വീട്ടിലേക്കൊക്കെ പോവുക. നമ്മുടെ ഉൾനാട് യുവദീപ്തിയുടെ ഉൾനാട് സ്റ്റാളുണ്ട്, അവിടൊക്കെ പോയി ഉൾനാടൊക്കെ മേടിച്ച് സന്തോഷകരമായിട്ട് പോവുക. എല്ലാവർക്കും ശുഭരാത്രി.